സൈന സൗത്ത് വിഷ്വൽ മീഡിയയും ജാസ്മിൻ ജാഫറും തമ്മിലുള്ള എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവിന്റെ 4ാം ഭാഗം ഇതാ വന്നിരിക്കുകയാണ്. ഈ ഒരു ഇന്റർവ്യൂവിൽ ജാസ്മിൻ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിലെ ആൺ പെൺ വ്യത്യാസങ്ങളെ പറ്റിയും, അതുപോലെ തന്നെ ബിഗ് ബോസിൽ PR കൊടുത്ത ചില കണ്ടസ്റ്റന്റ്സിനെ പറ്റിയും, അതുപോലെ തന്നെ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലായിരുന്ന സമയത്ത് ജാസ്മിനും ജാസ്മിന്റെ വീട്ടുകാർക്കും ഒരുപോലെ നേരിടേണ്ടി വന്ന വൻ ചതികളെ പറ്റിയും, അതായത് ജാസ്മിൻ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ ജാസ്മിൻ വിശ്വസിച്ചിരുന്ന സ്വന്തം കൂട്ടുകാരുടെ ഭാഗത്ത് നിന്ന് തന്നെ ജാസ്മിന് നേരിടേണ്ടി വന്ന ചില ചതികളെ പറ്റിയും ഈ ഒരു പെർട്ടിക്കുലർ ഇന്റർവ്യൂവിൽ ജാസ്മിൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആദ്യം തന്നെ ജാസ്മിൻ സംസാരിക്കുന്നത് PR ടീമുകളെ പറ്റിയാണ്. ഈ ഒരു ചോദ്യം വന്നത് തന്നെ റസ്മിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിന് PR ടീം ഉണ്ടെന്ന്. പിന്നീട് പുറത്തിറങ്ങിയതിന് ശേഷമാണ് റസ്മിന് മനസ്സിലായത് ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ചേർന്നുണ്ടാക്കിയ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പും അതുപോലെ തന്നെ വാട്സപ്പിലും യൂട്യൂബിലുമായിട്ട് ജാസ്മിന്റെ പേരിൽ തുടങ്ങിയ ആർമി പേജുകളും ഒക്കെയാണ് PR ടീം എന്നുള്ള രൂപേണ റസ്മിൻ വിശ്വസിച്ചിരുന്നത്. പിന്നീട് അത് മാറ്റി പറയുകയും ഉണ്ടായി. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ആങ്കർ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ജാസ്മിൻ PR ടീമുകളെ പറ്റിയും ബിഗ് ബോസ് ഹൗസിൽ PR കൊടുത്തു വന്ന ചില കണ്ടസ്റ്റൻസിനെ പറ്റി പറഞ്ഞു. ആദ്യം തന്നെ പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ള ജിൻഡോയെ പറ്റിയാണ്. ജിൻഡോ കാക്ക എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് PR കൊടുത്തിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത്. അതായത് PR എന്ന് ഉദ്ദേശിക്കുന്നത് തനിക്കൊപ്പം മത്സരിക്കുന്ന മറ്റൊരു കണ്ടസ്റ്റന്റിനെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ ഒരു PR അല്ല ജിൻഡോ കൊടുത്തത്. ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്ന സമയത്ത് ജിൻഡോ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകണം. അതിനു വേണ്ടിയിട്ട് മാസ് BGM ഒക്കെ ഇട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ജിൻഡോന്റെ ഇൻസ്റ്റഗ്രാം പേജിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും റിവീൽ ചെയ്യുന്നതാണ് ജിൻഡോ കൊടുത്ത PR ടീം എന്നാണ് ജാസ്മിൻ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യാനായിട്ട് താൻ തന്റെ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. അതായത് ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് മാസ് BGM ഒക്കെ കയറ്റി പുറത്തിറക്കണം, അതുപോലെ തന്നെ ആർമി പേജൊക്കെ തുടങ്ങണം. അല്ലാതെ പണം കൊടുത്ത്, അതായത് പെയ്ഡ് ആയിട്ടുള്ള ഒരു PR ടീമിനെ താൻ ഒരുക്കിയിട്ടില്ലായിരുന്നു. അതിനുള്ള പണവും സാമ്പത്തിക ശേഷിയും എന്റെ വീട്ടിലില്ല എന്നൊരു കാര്യം ജാസ്മിൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ഒരുപാട് PR ടീമുകളുടെ കളി നടന്ന സീസണാണ്. കാരണം ഈ ഒരു സീസണിൽ വന്ന 75%-ലധികം കണ്ടസ്റ്റൻസും PR ടീം കൊടുത്തിട്ട് തന്നെയാണ് വന്നത്. അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ടുള്ള PR ടീമുകളെ ഒരുക്കി നിർത്തിയിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത്. പ്രത്യേകിച്ച് വൈൽഡ് കാർഡായിട്ട് വന്ന കണ്ടസ്റ്റൻസ്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും കൃത്യമായിട്ടുള്ള PR ടീം ഉണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ PR കൊടുക്കുക എന്ന് പറയുന്നത് മോശമായൊരു കാര്യമല്ല. കാരണം ബിഗ് ബോസ് എന്നൊരു റിയാലിറ്റി ഷോയിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ നമുക്കറിയാം 24 മണിക്കൂറും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റിയാലിറ്റി ഷോ ആണിത്. അതിൽ നിന്ന് ലൈവിലും എപ്പിസോഡിലുമായിട്ട് വളരെ ചുരുക്കമായിരിക്കും നമ്മളുടെ സ്ക്രീൻ സ്പേസ് കിട്ടുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ കൊടുക്കുന്ന കണ്ടന്റുകൾക്കനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ സ്ക്രീൻ സ്പേസ് വരുന്നത്. രാവിലെ മുതൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ 24/7 ലൈവില് നമ്മളുടെ വിഷ്വൽസും ക്ലിപ്സും വന്നാൽ തന്നെ അത് കൃത്യമായിട്ട് എപ്പിസോഡിൽ വരണമെന്നില്ല. കാരണം അത്രയും നല്ല കണ്ടന്റുകൾ മാത്രം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിനും എൻഡമോളിനും നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ആകും എന്ന് അവർ വിചാരിക്കുന്ന സാധനം മാത്രമായിരിക്കും എപ്പിസോഡിൽ വരുന്നത്. അപ്പോൾ കൂടുതൽ ജനങ്ങൾ ഇത് കാണാനായിട്ട് സാധ്യതയില്ല. കാരണം ലൈവ് കാണുന്നവരല്ല എല്ലാവരും. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള PR ടീമുകളുടെ സഹായം ഉണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു എപ്പിസോഡ്സും ക്ലിപ്സും കാര്യങ്ങളൊക്കെ നല്ല മാസ് BGM ഒക്കെ കയറ്റിക്കൊണ്ട് പുറത്തിറക്കി കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടി ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ തീർച്ചയായിട്ടും PR ടീം ഉള്ളതൊരു മോശം കാര്യമായിട്ട് ഇവിടെ ആരും പറയുന്നില്ല. എന്തൊക്കെയാണെങ്കിലും PR ടീമുകൾ എന്ന് പറയുന്നത് ഈ ഒരു സീസണിന്റെ ഒരു അടിസ്ഥാന ഘടകങ്ങൾ തന്നെയായിരുന്നു. പിന്നീട് ജാസ്മിൻ പറയുന്ന ഒരു കാര്യമാണ് തന്നെ ബിഗ് ബോസ് ഹൗസിൽ അല്ലെങ്കിൽ താൻ ബിഗ് ബോസ് ഹൗസിലായിരുന്ന സമയത്ത് തന്നെയും തൻ്റെ വീട്ടുകാരെയും ഒരുപോലെ ചതിച്ച ചില കൂട്ടുകാരെ പറ്റി, മറ്റൊന്നുമല്ല നമ്മുടെ VV ഹിയർ എന്ന യൂട്യൂബ് ചാനലിനെ പറ്റിയാണ് ജാസ്മിൻ അവിടെ ഉന്നയിക്കുന്നത്. ആ ഒരു പെർട്ടിക്കുലർ ചാനലിന്റെ പേരോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പേരോ ജാസ്മിൻ ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നില്ല. പക്ഷെ ജാസ്മിൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും അത് ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയും ഒരുപാട് വീഡിയോസ് തങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവർക്കിടയിൽ എല്ലാത്തിനും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ ജാസ്മിന്റെ അച്ഛനും സായി കൃഷ്ണയും തമ്മിലുള്ള വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് പുറത്തുവിട്ടത് VV ഹിയർ എന്ന യൂട്യൂബ് ചാനലായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ റോബിനും ആരവ് എന്ന് പറഞ്ഞ ആ ഒരു പയ്യനുമായിട്ടുണ്ടായിരുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്തത് ഈ പറയുന്ന VV ഹിയർ ആയിരുന്നു. ആദ്യമായിട്ട് ജാസ്മിന്റെ അച്ഛന്റെയും അമ്മയുടെയും ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ പുറത്തു വന്നത് VV ഹിയർ എന്ന യൂട്യൂബ് ചാനലിലൂടെ ആയിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു പെർട്ടിക്കുലർ ചാനലിന് ഇത്രയും വലിയ റീച്ചും ഇത്രയും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കിട്ടാനായിട്ട് തുടങ്ങിയത്. അതിനു മുന്നേ 1000-ഓ 2000-ഓ 100-ഓ 200-ഓ ആളുകൾ മാത്രം കാണുന്നൊരു സാധാരണപ്പെട്ട വളരെ ചുരുക്കം വ്യക്തികൾ മാത്രം കാണുന്ന ഒരു യൂട്യൂബ് ചാനലായിരുന്നു ഈ പറയുന്ന VV ഹിയർ. ജാസ്മിന്റെ അച്ഛന്റെയും അമ്മയുടെയും ആ ഒരു പെർട്ടിക്കുലർ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ വന്നതിന് ശേഷം
ആ ഒരു ചാനല് ഉയർന്നു പോയൊരു പീക്ക് ഉണ്ട്. ഒരുപാട് പൈസ അതിലൂടെ ജാസ്മിനെ വിറ്റ് തിന്നു എന്നൊക്കെ ജാസ്മിൻ ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ആ ഒരു വ്യക്തിയുടെ പേര് പോലും എടുത്തു പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ആ ഒരു വ്യക്തി ജാസ്മിനെ പറ്റി വളരെ മോശമായിട്ട് തന്റെ കൂട്ടുകാർക്കിടയിൽ സംസാരിക്കുകയും ജാസ്മിൻ മുന്നൊരു റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് വരെ ജാസ്മിനെ പറ്റി മോശമായിട്ട് മനസ്സിൽ ചിന്തിക്കുകയും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. വി ഹിയർ എന്ന ആ ഒരു വ്യക്തി പറഞ്ഞതായിട്ട് നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ പറഞ്ഞൊരു കാര്യമുണ്ട്. ജാസ്മിനെ എനിക്ക് പ്രണയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അല്ലെങ്കിൽ ഫ്രണ്ട്സ് വിത്ത് ബെനഫിറ്റ്സ്, ആ ഒരു സംഭവം നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില ആനുകൂല്യങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ ജാസ്മിനിൽ നിന്ന് കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ജാസ്മിന്റെ പുറകെ പോയിരുന്നതും. അതുപോലെ തന്നെ ജാസ്മിൻ കല്യാണത്തിന് പോകുന്ന സമയത്ത് ജാസ്മിനൊപ്പം ട്രെയിനിൽ ഇല്ലാത്ത ടിക്കറ്റ് എടുത്ത് പോയി എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സായി കൃഷ്ണ. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പുറത്തിറങ്ങിയിട്ട് കേട്ട ജാസ്മിൻ വളരെ സങ്കടമാവുകയും പിന്നീട് ഈ ഒരു വ്യക്തിയോട് ഒരു ഹായ് ബൈ പോലും പറഞ്ഞ് മെസ്സേജ് അയക്കാനായിട്ട് ജാസ്മിൻ വീണ്ടും താല്പര്യം കാണിച്ചിട്ടില്ല. ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തന്റെ ഫാമിലിയെ ഒന്ന് നോക്കിക്കോളണം, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോളണം എന്ന് പറഞ്ഞിട്ട് പോയ കൂട്ടുകാരിൽ ഒരാളാണ് ഈ പറയുന്ന വ്യക്തി. ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഈ ഒരു ബന്ധം ബിഗ് ബോസ് ഹൗസിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ജാസ്മിൻ പുറത്തും അകത്തും ചർച്ചയാകുന്നു. ഈ ഒരു സമയത്ത് ജാസ്മിനെ വിറ്റ് തിന്നാം എന്ന് വിചാരിച്ചുകൊണ്ട് ജാസ്മിന്റെ അച്ഛന്റെയും അമ്മയുടെയും എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ പോയി എടുക്കുകയും അവരെ രണ്ടുപേരെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും തന്റെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയുള്ള കണ്ടന്റുകളെല്ലാം ചോർന്നെടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു വി ഹിയർ. അതിന്റെ ഭാഗമായിട്ടാണ് ജാസ്മിന്റെയും അഫ്സലിന്റെയും എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നൊരു കാര്യം ജാസ്മിന്റെ അച്ഛന്റെ വായിൽ നിന്ന് വന്നത്. അതുപോലെ തന്നെ പെണ്ണ് കാണൽ ചടങ്ങാണ് കഴിഞ്ഞത് എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. മോതിരം മാറ്റത്തെയാണ് നിങ്ങൾ എൻഗേജ്മെന്റ് എന്ന് പറയുന്നതെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. എൻഗേജ്മെന്റ് എന്നുള്ള ഒരു ചടങ്ങ് നടന്നിട്ടില്ല. പെണ്ണ് ചോദിച്ച് അഫ്സൽ വീട്ടിൽ വന്നു. ഒരു പെണ്ണ് കാണൽ ചടങ്ങാണ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായത് എന്ന് ജാസ്മിൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കാര്യം നല്ല രീതിയിൽ തന്നെ ഒരുപാട് പേര് ചർച്ചയാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ അതിനെപ്പറ്റി കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ ആ ഒരു ഇന്റർവ്യൂവിൽ ജാസ്മിൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലെ ആൺ പെൺ വ്യത്യാസങ്ങളെ പറ്റി ജാസ്മിൻ സംസാരിക്കുന്നുണ്ട്. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ആദ്യ സീസൺ മുതലേ ഉള്ളൊരു കാര്യമാണ്, മാസ് BGM കയറ്റി ഒരുപാട് ഷൗട്ട് ചെയ്യുന്ന ബോയ്സിനെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. അത്തരത്തിലുള്ള ആൺ മത്സരാർത്ഥികൾക്കായിരിക്കും കൂടുതൽ ഫാൻസും സപ്പോർട്ടും ഡൈ ഹാർട്ട് ഫാൻസ് ഒക്കെ ഉണ്ടാവുന്നത്. പക്ഷേ സ്ത്രീകൾ ഇത്തരത്തിൽ പ്രതികരിച്ചാൽ, അല്ലെങ്കിൽ സ്ത്രീകൾ ഒരു കാര്യത്തിൽ സംസാരിച്ചാൽ, തന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ചർച്ചയാക്കാനും അതിൽ ന്യായവും അന്യായവും കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് പേരുണ്ട്. ജാസ്മിൻ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏറ്റവും അധികം കണ്ടന്റുകൾ ഉണ്ടാക്കിയ ഒരു വ്യക്തി ജാസ്മിൻ ജാഫറാണ്. ഗബ്രി എന്ന വ്യക്തിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ എന്ന വ്യക്തി കാര്യങ്ങളിൽ ഇടപെട്ടതുപോലെ, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞതുപോലെ, ബിഗ് ബോസ് ഹൗസിൽ നിന്നതുപോലെ മറ്റൊരു കണ്ടസ്റ്റന്റും അവിടെ നിന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഫെയിം കിട്ടാതിരുന്നത്? ഇത്രയും കാര്യത്തിൽ എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് അത് അംഗീകരിച്ചിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഫെയിം കിട്ടാതെ പോയത്? ഞാൻ ഒരുപാട് മോശം കാര്യങ്ങളിൽ മാത്രം ചർച്ചയായത്. ഗബ്രി ജാസ്മിൻ ആ ഒരു കോംബോ മാത്രമാണോ ഞാൻ ബിഗ് ബോസ് ഹൗസിൽ ഇറക്കിയ ഗെയിം? അതിന് പുറമെ ഒരുപാട് കാര്യങ്ങൾ ജാസ്മിൻ എന്ന വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ ചെയ്തിട്ടുണ്ട്. അതൊന്നും പുറത്തു വരില്ല. ജാസ്മിൻ എന്ന വ്യക്തി ചായയിൽ തുമ്മിയപ്പോൾ അത് ഒരുപാട് വലിയ ചർച്ചയാവുകയും ലാലേട്ടൻ വരെയും വീക്കെൻഡ് എപ്പിസോഡിൽ അത് വന്ന് പറയുകയും ആ ഒരു പെർട്ടിക്കുലർ എപ്പിസോഡിന് ശേഷം ജാസ്മിൻ എന്ത് തെറ്റ് ചെയ്താലും അതോടൊപ്പം കൂട്ടി ഈ ചായയിൽ തുമ്മിയിട്ട കേസ് എടുത്തിടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇതിനു മുന്നും ജാസ്മിൻ ഈ പറയുന്ന ചായയിൽ തുമ്മിയതിന് ശേഷവും അതിനു മുന്നും പല കണ്ടസ്റ്റന്റും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈവൻ ഋഷി തന്റെ മൂക്ക് തുടച്ച ടവല് കൊണ്ട് പാത്രം തുടച്ചിട്ടുണ്ട്. ജിൻഡോ അരിമാവ് കലക്കുന്ന സമയത്ത് അത് നക്കി നോക്കിയിട്ട് അതേ കൈ വീണ്ടും ഈ പറയുന്ന മാവിലിട്ട് ഇളക്കിയിട്ടുണ്ട്. സിജോയും ഇത്തരത്തിൽ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും പുറത്ത് ചർച്ചയാവുന്നില്ല. ജാസ്മിൻ ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ കാര്യം മാത്രമാണ് പുറത്ത് ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കുകയും ഒരുപാട് ചർച്ചയാവുകയും ചെയ്തത്. അതെന്തുകൊണ്ടാണ്? അത് കൃത്യമായിട്ട് ബിഗ് ബോസ് ഹൗസിലുള്ള ആൺ പെൺ മത്സരാർത്ഥികൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരാൺ മത്സരാർത്ഥിയാണ് ഒരു കാര്യത്തിൽ ഇടപെടുന്നതെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ഷൗട്ട് ചെയ്ത്, കുറച്ച് തെറി പറഞ്ഞ്, അല്ലെങ്കിൽ കുറച്ച് ചാടിത്തുള്ളി വർത്താനം പറയുന്നതെങ്കിൽ അവർക്ക് നല്ല ഫാൻ ബേസ് ഉണ്ടാകും. ഇതേ കാര്യം ഒരു സ്ത്രീ ബിഗ് ബോസ് ഹൗസിൽ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് യാതൊന്നും തന്നെ കിട്ടാനും പോകുന്നില്ല. അവർക്ക് കിട്ടാൻ പോകുന്നതെല്ലാം ഒരുപാട് നെഗറ്റിവിറ്റി ആയിരിക്കും. ഈ കഴിഞ്ഞു പോയ 6 സീസണുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പല സീസണുകളിലും സ്ത്രീ മത്സരാർത്ഥികൾ ബിഗ് ബോസ് ഹൗസിന്റെ റണ്ണറപ്പ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ ഷോയിൽ വിജയിച്ചിട്ടുമുണ്ട്. പിന്നീട് എന്തുകൊണ്ടാണ് ഫീമെയിൽ കണ്ടസ്റ്റന്റിന് ഈ പറയുന്ന ആ ഒരു ഫാൻ ബേസും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡൈ ഹാർഡ് ഫാൻസിനെയും കിട്ടാതെ പോകുന്നത്?
അതേസമയം ബിഗ് ബോസ് ഹൗസിൽ വിജയിച്ചതും ചർച്ചയായതുമായിട്ടുള്ള മെയിൽ കണ്ടസ്റ്റന്റ് ആൺ മത്സരാർത്ഥികൾക്ക് ഒരുപാട് ഫാൻ ബേസും അവർ പറയുന്നത് കേൾക്കാനായിട്ട് ഒരുപാട് വ്യക്തികളും അവർ പുറത്തിറങ്ങുമ്പോൾ കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും ഫോട്ടോസ് എടുക്കാനായിട്ടും അവർ പറയുന്ന എന്ത് കാര്യവും വിശ്വസിക്കാനായിട്ടും ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റിന് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങളും കിട്ടാത്തത്? അത് തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ഒരു ശാപമാണ് എന്നുള്ള രീതിയിലൊക്കെ ജാസ്മിൻ തീർച്ചയായിട്ടും ഈ ഒരു ആൺ പെൺ വ്യത്യാസത്തെ പറ്റി ബിഗ് ബോസ് ഹൗസിൽ മുന്നോട്ട് പോകുന്ന ആൺ പെൺ വ്യത്യാസത്തെ പറ്റി വളരെ കൃത്യമായിട്ട് ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ജാസ്മിൻ ബിഗ് ബോസ് മലയാളം സീസൺ 6നെ ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലായിരുന്ന സമയത്ത് തനിക്ക് നേരിടേണ്ടി വന്ന ചില ചതികളെ പറ്റിയും തന്നെ ചതിച്ച ചില കൂട്ടുകാരെ പറ്റിയും അതുപോലെ തന്നെ PR ടീമുകളെ പറ്റിയും ജാസ്മിൻ വളരെ കൃത്യമായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. സൈന സൗത്ത് വിഷ്വൽ മീഡിയക്ക് കൊടുത്ത 4ാം ഭാഗം ഇന്റർവ്യൂവിന്റെ റിവ്യൂ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇതിന്റെ 3ഉം 2ഉം 1ഉം ഭാഗങ്ങളുടെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരെന്തായാലും കയറി കാണാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ഇന്റർവ്യൂവില് ഗബ്രി ജാസ്മിൻ ബന്ധത്തെ പറ്റി പറയുന്നുണ്ട്. അഫ്സലും ജാസ്മിനും തമ്മിലുള്ള എൻഗേജ്മെന്റിനെ റിലേറ്റ് ചെയ്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ജാസ്മിൻ ചെയ്തതും ചെയ്യാത്തതുമായിട്ടും അതുപോലെ തന്നെ ബിഗ് ബോസ് ജാസ്മിനെ പ്രൊജക്ട് ചെയ്ത പല കാര്യങ്ങളെ പറ്റിയും ജാസ്മിൻ ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. കാണാത്തവരെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്